ഹലോ, വെൽക്കം ടു മംസ് റൊട്ടീൻ. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ മന്ത്ലി ഷോപ്പിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു മാസത്തേക്ക് എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങണത് എന്നുള്ളതും അത് എങ്ങനെ കേടുകൂടാതെ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. എൻ്റെ രീതികളാണ് കാണിക്കുന്നത്. ജോലിക്ക് പോകുന്നവർക്ക് കറക്റ്റിന് ഒരു മാസത്തിന് ഇത്ര ചിലവിന് എന്നുള്ളൊരു രീതിയാണ് വരിക. അവർ ഇത്ര നമ്മൾ ഒരു ബഡ്ജറ്റ് മാറ്റി വെക്കലാണ് ചെയ്യൽ. അതേപോലെ പ്രവാസി ഭാര്യമാരും അതുപോലെ തന്നെയാണ്. ചിലരിട്ട എല്ലാവരും അല്ല. അപ്പോൾ ചിലർക്ക് കറക്റ്റിന് മാസത്തിൽ വീട്ടു ചിലവിനെന്ന് കരുതിയിട്ട് ഇത്ര ഒരു ബഡ്ജറ്റാണ് അയക്കൽ. അങ്ങനെയുള്ളവരുണ്ട്. അതല്ല എക്സ്ട്രാ അയക്കുന്നവരുണ്ട് കേട്ടോ. അത് നമ്മളൊരു കറക്റ്റിന് എങ്ങനെയാണ് ഒരു മാസത്തെ ബഡ്ജറ്റ് പോകുക എന്നുള്ളതാണ് പറയണത്. അപ്പോൾ കൂടുതലൊന്നും ഇല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ ഷോപ്പ് ചെയ്യുക, അതെങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടോക്കട്ടോ. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻസുകൾ അറിയിക്കുക, ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഇതാ രണ്ട് ദിവസമായിട്ട് ഞാൻ സാധനങ്ങളൊക്കെ പോയി വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്കിതൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ വേഗം ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ട് കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഒന്ന് അടിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നിൽക്കണമെങ്കിൽ കുറേ ടൈം വേണം. കാരണം സാധനങ്ങൾ കൊണ്ടുവരാനും രണ്ട് ദിവസമായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ വില കുറവും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടില്ലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റത്തെ ഒരു കാര്യം, നമുക്ക് മാസത്തിൽ എത്ര രൂപയാണ് നമുക്ക് ചിലവിനായിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടതുള്ളത് ആദ്യമൊന്നും എഴുതി വെക്കട്ടെ. അപ്പോൾ നമുക്ക് എത്ര രൂപയാണ് ഒരു മാസത്തിൽ ചിലവിന് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടോട്ടൽ എഴുതി വെക്കുക, എത്ര രൂപ എന്നുള്ളത്. എന്നിട്ട് അത് ഡിവൈഡ് ചെയ്യുക. വീട്ടു സാധനങ്ങൾ വാങ്ങാൻ എത്ര രൂപ എന്നുള്ളത് അത് എഴുതി വെക്കുക. പിന്നെ നമ്മളെ കുട്ടികളുടെ ഫീസ് അത് മാറ്റി വെക്കുക. പിന്നെ കറണ്ട് ബില്ല്, ഗ്യാസ്, അങ്ങനെ നമുക്കൊരു മാസത്തിൽ എന്തൊക്കെ ചിലവുണ്ടെന്നുള്ളത് അതൊക്കെ ഒന്ന് എഴുതി വെക്കട്ടോ. അതിന് ഇത്ര രൂപ വീതം നമ്മൾ മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കൂടുതൽ പൈസ വരുന്നവരുണ്ടാവും. അതല്ല കുറച്ചായിട്ട് നമ്മൾ എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ, തീരെ ഇല്ലാത്തവരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ചിലവുകൾ ചുരുക്കിയിട്ട് എഴുതി വെക്കട്ടോ. അപ്പോൾ സാധനങ്ങൾ ഒരു 3000 അല്ലെങ്കിൽ 4000 രൂപക്കൊക്കെ വാങ്ങുന്ന ആളുകളുണ്ടാവും, വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം. പിന്നെ അത് കുറച്ച് വാങ്ങുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ ഒന്ന് മാറ്റി എഴുതി വെക്കട്ടോ. അപ്പോൾ അങ്ങനെ എഴുതി വെക്കലാണ് ഞാൻ ചെയ്തിട്ട്. ആദ്യമൊക്കെ എനിക്ക് കിട്ടുന്ന എത്രയാണെന്ന് നോക്കിയിട്ട് പിന്നെ ലാസ്റ്റ് എത്തുമ്പോൾ ആകെ ദൗട്ടേക്കണ്ടാണ് ക്യാഷ് പോയി, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി എന്നൊക്കെ കൺഫ്യൂഷനാവും ലാസ്റ്റ് വെച്ചിട്ട്. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നമുക്ക് കിട്ടും എങ്ങനെയാണ് നമ്മൾ ചിലവാക്കി എന്നുള്ളതുള്ളതും. നമുക്ക് അത് ബഡ്ജറ്റ് കുറച്ച് ചിലവാക്കാനൊക്കെ സാധിക്കും ഈ രീതിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ മാറ്റി എഴുതി വെക്കുക. അപ്പോൾ ഒരു 3000 രൂപക്കാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങേണ്ടതെന്നുള്ളത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. അത്യാവശ്യമുള്ള സാധനങ്ങൾ ആദ്യം എടുക്കുക. അപ്പോൾ നമ്മൾ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് വേണ്ട സാധനങ്ങൾ ഒന്ന് ലിസ്റ്റ് എഴുതിയിട്ട് പോവുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പല സാധനങ്ങളും നമുക്ക് കാണാം. പക്ഷേ ആവശ്യങ്ങൾക്ക് ഇത്ര രൂപയിൽ ഒതുങ്ങണം എന്ന് നമ്മൾക്ക് തീരുമാനിച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങൾ മാത്രം എടുത്തിട്ട് വരിക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മാസം കറക്റ്റിന് പോകാൻ പറ്റും. ആ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് എടുക്കുക. അപ്പോൾ ഞാനൊരു മാസത്തിനുള്ള എല്ലാ ഗ്രോസറീസും നമ്മൾ എടുക്കലുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിൻ്റെതായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കലുണ്ട് കേട്ടോ. പിന്നെ പച്ചക്കറി കാര്യങ്ങൾ 2 ആഴ്ചക്കുള്ളതാണ് എടുക്കൽ. പിന്നെ ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ജസ്റ്റ് ഒന്നെങ്കിൽ ടോപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം അതിനൊരു എത്ര ഒരു സംഖ്യ എന്നുള്ളത് ഞാൻ മാറ്റി വെക്കും. എന്നിട്ട് ഓരോന്നായിട്ടാണ് ഞാൻ വാങ്ങുന്നത്. നമുക്ക് മൊത്തത്തിൽ ഒന്നും വാങ്ങാൻ വേണ്ടി പറ്റില്ല, നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഓരോരോ സാധനങ്ങൾ വാങ്ങലും ചെയ്യലൊക്കെ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു സെപ്പറേറ്റ് ഒരു 1000 അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു 1000 രൂപ ഒന്ന് ഞാൻ മാറ്റി വെക്കും. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി ചെറിയ ടോപ്പുകളോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് പാത്രങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് മാറ്റി വെക്കും. അങ്ങനെ നമ്മൾ കറക്റ്റിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാനും പറ്റും, നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങി ജീവിക്കാനും വേണ്ടി പറ്റും.
ഗ്രോസറി സാധനങ്ങൾ അങ്ങനെ ഒരു ഇത്ര സംഖ്യക്ക് എന്നുള്ളത് മാറ്റി വെക്കും. പിന്നെ പച്ചക്കറി 2 ആഴ്ച കൂടുമ്പോഴാണ് ഞാൻ പച്ചക്കറി കൊണ്ടൽ. അത് ഞാൻ വീഡിയോയിൽ പറയലുണ്ട്. നമ്മൾ വെജിറ്റബിളൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് പറയലുണ്ട്. 2 ആഴ്ചയിൽ കൂടുതൽ ഞാൻ വെജിറ്റബിളൊന്നും ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കലില്ല. 2 ആഴ്ചക്ക് ഇത്ര ഒരു എമൗണ്ട് നമ്മൾ മാറ്റി വെക്കും. പിന്നെ 2 ആഴ്ചയും കൂടിയല്ലേ ഒരു മാസത്തിലുള്ളത്, അത് പിന്നെ അത്ര കൂടി എമൗണ്ട് മാറ്റി വെക്കും കേട്ടോ. അപ്പം എനിക്കൊരു കറക്റ്റ് കിട്ടും. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടതും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങലുള്ളൂ. ഓവറായിട്ട് സാധനങ്ങളൊന്നും കൊടുന്ന് നാശാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മളെ കുട്ടികൾക്കും നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് എന്താണ് അത് കൊണ്ടും പിന്നെ എന്തൊക്കെയാണ്, പിന്നെ നമുക്ക് ഈ ഒരു ഓർഡറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മാസത്തിൽ എത്ര രൂപക്ക് പച്ചക്കറി വേണ്ടി വരും, അല്ലെങ്കിൽ എത്ര രൂപക്ക് നമുക്ക് മീൻ വേണ്ടി വരും എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ എക്സ്ട്രാ നമ്മൾ ഇനി ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഇതിൽ പതിവിലും വിപരീതമായിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിലും ഒരു 1000 രൂപ അങ്ങനെ നമ്മളൊന്ന് മാറ്റി അല്ലെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് വെക്കുക. അതല്ല ഒരു മാസത്തിൽ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു 1000 രൂപ കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് പിറ്റത്തെ മാസം നമ്മളതൊരു കറക്റ്റ് ചെയ്ത് വരട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ട് കൂടാതെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. നമ്മൾ ഉള്ളതുകൊണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ നമുക്ക് എന്താണുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ ഉള്ളതിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കട്ടെ. അപ്പോൾ നമുക്ക് ഉള്ളതിൽ ബർക്കത്തും ഹൈറും ബർക്കത്തൊക്കെ പഠിച്ച റബ്ബ് തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണ സാധനങ്ങളും അല്ലെങ്കിൽ ഒന്നും നമ്മൾ നാശാക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കൊടുന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ എടുത്തു വെക്കേണ്ട രീതിയാണ്. അപ്പോൾ നമ്മളത് കേടുകൂടാതെ എടുത്തു വെക്കണം. അപ്പോൾ അതിന് ഞാൻ ബോട്ടിൽസൊക്കെ നന്നായിട്ടൊന്ന് കഴുകൂട്ട്, ആദ്യം നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയിട്ടാണ് ഞാൻ പിന്നെ സാധനങ്ങൾ ഫില്ല് ചെയ്ത് വെക്കുക. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതല്ലേ, പോയിട്ട് കേടുകൂടാതെ സാധനങ്ങളിരിക്കും. നമ്മളെ വെക്കണ പാത്രങ്ങളിലോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്തോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ സാധനം പെട്ടെന്ന് കേടുവരും. പിന്നെ നമ്മൾ ഇട്ട് വെക്കണ ഈ ബോട്ടിൽസിൽ സാധനങ്ങൾ മുന്നത്തത് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ചെറിയ കവറുകളിൽ കെട്ടിയിട്ട് ഒരു ബക്കറ്റില്ല എന്തെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കട്ടെ. എന്നിട്ട് ആദ്യം അതെടുത്ത് യൂസ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ കൊടുക്കുന്നത് എടുക്കട്ടെ ആദ്യം. ഞാൻ പിന്നെ എല്ലാ മസാലപ്പൊടികളും എല്ലാതും നമ്മൾ വീട്ടിൽ കഴുകി ഉണക്കിയിട്ട് നമ്മൾ ചെറിയ ജീരകം, ഗരം മസാല അങ്ങനെയുള്ള പൊടികളൊക്കെ ഉണ്ടാവില്ല, എല്ലാത്തിൻ്റെ പൊടികളും ഞാൻ വീട്ടിലുണ്ടാക്കലാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വെക്ക്. ഇനി നമുക്ക് അതിൻ്റെ പണികളുണ്ട് കേട്ടോ, ഇനി ഇരിക്കുന്നുണ്ട്. നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക്, മല്ലി, മഞ്ഞൾ അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഇത്ര മാസത്തേക്ക് എന്നുള്ള കണക്കാക്കിയിട്ടാണ് വാങ്ങുക. കുറച്ച് കൂടുതലായിട്ടാണ് ഉണ്ടാക്കൽ. അതുണ്ടാക്കുമ്പോൾ പിന്നെ അത് കഴിയോളം പിന്നെ അത് നമുക്ക് നോക്കണ്ടല്ലോ, അങ്ങനെ ഉണ്ടാക്കലുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ആ വീഡിയോസൊക്കെ ഞാൻ ഇടാം. നമ്മൾ മുളകും മല്ലിയും മസാലപ്പൊടികളൊക്കെ പൊടിക്കണ വീഡിയോസും കൂടി ചെയ്യലുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ഇങ്ങനെ ബോട്ടിൽസൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് കൂട്ടുകാർ എന്നോട് നമ്മളെ ഡ്രസ്സ് ഓർഗനൈസ് ചെയ്ത് വെക്കണത് എങ്ങനെയെന്നുള്ളത് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാത്രങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കണത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാത്രം വലിയ ഓർഗനൈസും കാര്യങ്ങളൊന്നും നമ്മൾക്കില്ല. നമ്മൾ സാധാരണ ആളുകൾ ചെയ്യുന്ന പോലത്തുള്ള രീതികളൊക്കെയാണ്. എനിക്ക് എല്ലാ കാര്യത്തിലും ഒരു വൃത്തി വേണമെന്നുള്ളൊരു നിർബന്ധമുണ്ട് എനിക്ക്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അള്ളാഹ് നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ, മാഷാ അള്ളാഹ്. അപ്പോൾ നമ്മൾ ഉള്ള ആരോഗ്യത്തിൽ നമ്മളെ ശരീരമായാലും നമ്മളെ വീടായാലും നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളായാലും ഒക്കെ നമ്മളത് ആ ഒരു നമ്മൾ മടി കൂടാതെ നമ്മളതൊക്കെ ഒന്ന് ചെയ്യട്ടെ, നമ്മൾ ആരോഗ്യം സൂക്ഷിക്കുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാം. നമ്മൾ ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഷെയർ ആക്കുന്നുണ്ട്. ബോട്ടിൽസ് കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഉണക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഭാഗത്താണ് നമുക്ക് നന്നായിട്ട് വെയിൽ കിട്ടുന്നത്. ബാക്കിലേക്ക് നല്ല തണലാട്ട മരങ്ങളായ കാരണം കൊണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ ഉണക്കലും കാര്യങ്ങളൊക്കെ നമ്മുടെ മുറ്റത്താണ്. അപ്പോൾ മുറ്റത്ത് വെച്ചിട്ടാണ് നന്നായിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നല്ല വെയിലാണ് മുറ്റത്തേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രണ്ട് ഭാഗത്തിൻ്റെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇട്ടാ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്നതിന് ശേഷം ഞാനത് രാത്രിയായിട്ടുണ്ടായിരുന്നു വന്നപ്പോഴും. നമ്മൾ 2 ദിവസം പോയാലും അങ്ങനെ തന്നെയല്ല, കുറച്ച് ടൈം എടുക്കും നമ്മളെല്ലാ സാധനം എടുത്ത് വരുമ്പോഴേക്കും. അപ്പോൾ പച്ചക്കറിയൊക്കെ ഞാൻ വെജിറ്റബിൾ ബോക്സ് ഫ്രിഡ്ജിൽ അതിൽ അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. ഒന്നും ബോട്ടിൽസിലൊന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മളെ പാത്രങ്ങൾക്കൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഇനിയൊന്ന് മാറ്റാനുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇനി അതിൻ്റേതായ ബോക്സുകൾക്ക് ഞാൻ മാറ്റുകയാണ് ഇനി ചെയ്യുന്നത്.
എവിടെയെങ്കിലും പോയി വന്നാലും അല്ലെങ്കിൽ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയാലും നമുക്ക് രാത്രി പോയി വന്നു കഴിഞ്ഞാൽ നല്ല ക്ഷീണമല്ലോ. ആ സമയത്ത് ഒരു മടിയായിരിക്കും. പിന്നെ ടൈം ഉണ്ടാവില്ല, രാത്രി എടുത്ത് വെക്കാനൊന്നും ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വേഗം ഫ്രിഡ്ജിലേക്ക് വെക്കുക, കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ്. പിന്നെ ഞാൻ സാധനങ്ങൾ നമ്മളെ ഗ്രോസറി സാധനങ്ങൾ ഒരു ബക്കറ്റിലാക്കിയിട്ട് കൊണ്ട് വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എപ്പോഴാണ് സൗകര്യം കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് ഓരോരോ പണികളായിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ചെയ്യുന്ന പണികൾ നല്ല വൃത്തിക്കും നല്ല മടി കൂടാതെ നല്ല ഇൻട്രസ്റ്റ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ ഒരു സമയം നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് നമ്മൾ ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യട്ടെ. അപ്പോഴാണ് ആ പണിയിലൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ വരുള്ളൂ. പിന്നെ ശരീരം ടയേർഡായിട്ട് നമുക്ക് പണിയെടുക്കാനും തോന്നില്ലല്ലേ. അപ്പോൾ അതിനോടൊരു വെറുപ്പ് വരും നമുക്ക് ആ പണിയോട്. അതെല്ലാവരും അവസ്ഥയും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ രാത്രി സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വെച്ചത്. അപ്പോൾ പിന്നെ ഇതെടുത്ത് വെക്കാനും ഈ ബോട്ടിൽസ് കഴുകാനും അങ്ങനെയായിട്ട് ഒരു ദിവസം എന്തായാലും വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുക്കിങ്ങൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് തുടക്കമൊന്നും ചെയ്യില്ല. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് അടിച്ചു ഊരി കുട്ടികളൊക്കെ പറഞ്ഞാൽ രാവിലെ തന്നെ ഈ പണിക്ക് നിൽക്കും. അപ്പോഴാണ് നല്ല വേഗം കഴിയുള്ളൂ. അല്ല നമ്മൾ വീടൊന്നാകെ പരത്തിടാനും നമുക്ക് പറ്റില്ല. ഓരോന്നായിട്ട് എടുത്ത് വെക്കുക. ആദ്യം പച്ചക്കറി ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്, എന്നിട്ടാണ് ഇനി ബാക്കിയുള്ള സാധനങ്ങളും എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇതിലേക്കും നമ്മളെ ബോട്ടിൽസൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ തന്നെ വേഗം കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടി പുറത്ത് കൊണ്ടുവച്ച കാരണം കൊണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള പണികൾ കഴിയുമ്പോഴേക്കും അതൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇത് നമ്മൾ എല്ലാതും അതിൻ്റെതായ ബോക്സുകൾക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ വെജിറ്റബിൾ ബോക്സ് അങ്ങനെ വെച്ചതല്ല, ഒന്ന് ജസ്റ്റ് തുടച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങളും കൂടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ അത് ആ വൃത്തിക്ക് തന്നെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ബോക്സ് എടുത്തതല്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. നമ്മൾ ബോക്സിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ആ തുണിയിട്ടൊന്ന് തുടക്കാൻ ഒരു 2 മിനിറ്റ് മതിട്ടാ. അപ്പോൾ അതങ്ങനെ ഓരോരോ ശീലങ്ങൾ അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്കിരിക്കും എല്ലാതും. അപ്പോൾ ഞാൻ എല്ലാം ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതാ പറഞ്ഞില്ലേ ബക്കറ്റിലാക്കി വെച്ചതായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഉറുമ്പോ കാര്യങ്ങളോ ഒന്നും കയറില്ലല്ലോ. അപ്പോൾ എല്ലാം നമ്മളങ്ങനെ കവർ ഉള്ളതല്ല, അതങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. പിന്നെ നമുക്ക് എന്തെങ്കിലും ബാലൻസ് ഇരിപ്പുണ്ടെങ്കിലും നമ്മളിതുപോലെ എന്തെങ്കിലും ഒരു അടപ്പുള്ള പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറുമ്പും കാര്യങ്ങളൊന്നും വരാതിരിക്കും. പിന്നെ പഴയ സാധനങ്ങളൊക്കെ ബോട്ടിൽസ് നിന്ന് ഒഴിവാക്കിയതൊക്കെ ഇതുപോലെ ഒരു ചെറിയ ബക്കറ്റിലാക്കി വെക്കട്ടോ. ഏതെങ്കിലും ഒരു അടപ്പുള്ളൊരു പാത്രത്തിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഒരു മാസത്തിന് എന്തായാലും ഉണ്ടാവും, ബാലൻസ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ആദ്യത്തേത് ഇങ്ങനെ കുറേശ്ശെ ബാലൻസ് ആയിട്ട് പോകും എങ്ങനെയായാലും. അപ്പോൾ അത് അങ്ങനെ കുറച്ച് ബാലൻസുള്ള രീതിയിൽ തന്നെയാണ് സാധനങ്ങൾ വാങ്ങൽ. നമുക്ക് പെട്ടെന്ന് പിറ്റത്തെ മാസം സാധനം വാങ്ങാൻ പറ്റിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് കുറച്ചൊരു ബാലൻസുള്ള രീതിയിലാണ് സാധനങ്ങളൊക്കെ വാങ്ങൽ. അപ്പോൾ അത് നമ്മൾ ബാക്കിയുള്ളത് ആദ്യം എടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മളിപ്പോൾ ഈ ഫില്ല് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സാധനമൊക്കെ ഒന്ന് കേടുകൂടാതെ നാശാക്കാതൊക്കെ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂട്ടാ. അപ്പോൾ നിങ്ങളെ ഷോപ്പിംഗ് എങ്ങനെയാണ് എന്നുള്ളതും നല്ല അടിപൊളിയായിട്ട് ഷോപ്പ് ചെയ്യണവരും ഓർഗനൈസ് ചെയ്ത് വെക്കണവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കമൻസുകൾ അറിയിക്കട്ടെ, നിങ്ങളതും എങ്ങനെയൊക്കെയാണോ അല്ലെങ്കിൽ നല്ല രീതി എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് പറയുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മളെ വീഡിയോസിലായിട്ട് കാണുന്ന കൂട്ടുകാരോടൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ എല്ലാവരും കുറേ പേര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു ചാനലും എന്നെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ കമൻസുകൾ അറിയിക്കുന്നത്, ലൈക്ക് ചെയ്യുന്നതും. അപ്പോൾ ഈ കമൻസ് ചെയ്ത് എല്ലാവരും ലൈക്കും കൂടി ചെയ്തിട്ടുണ്ടെന്നുള്ള എനിക്ക് ഉറപ്പാണ്. അപ്പോൾ തുടർന്നും നിങ്ങളെ സപ്പോർട്ട് നമുക്ക് വേണം കേട്ടോ. എന്നാലും ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാര്യങ്ങളൊന്നും നമ്മളെ വീഡിയോയിൽ ഷെയർ ആക്കണില്ല. നമ്മളെ സാധാ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ രീതികളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒക്കെ ഓർഗനൈസിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോർ റൂം നമ്മൾ ഇതുപോലെ ഒന്ന് വൃത്തിക്ക് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പരക്കണ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റോർ റൂം ക്ലീനിങ് ഒക്കെ നമ്മൾ വീഡിയോ മുന്നേ കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. മാസത്തിലൊരു ദിവസം എന്തായാലും ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനായിട്ട് ഒരു ദിവസം മാറ്റി വെക്കുക തന്നെ വേണം. ഫ്രിഡ്ജിലെ സാധനങ്ങൾ വെക്കുമ്പോഴേ ഞാൻ ഫ്രിഡ്ജും ഒന്ന് തുടച്ചിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ വെക്കുക. അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് അങ്ങനെ ഭാരമായിട്ട് തോന്നില്ല. നല്ല ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരില്ല. അത് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് ആയിട്ടൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ഒരു റൂട്ടീനാണ് കേട്ടോ. ഓരോരോ രീതിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഭാരപ്പെട്ട് പണിയെടുക്കാനൊന്നും എനിക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫ്രിഡ്ജ് എപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം നമുക്ക് വരില്ല. അത് സാധനങ്ങൾ എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് പോയാൽ തന്നെ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.